വരുന്നുണ്ട് ശീലാവതി. ഈ മാസത്തെ ശമ്പളം കിട്ടിയോ? ഇന്നല്ലേ ശമ്പളം കിട്ടുന്ന ദിവസം? ആ കിട്ടിയമ്മ. മാസം മാസം ഞാനിത് നിന്നോട് പറയണോ? കിട്ടിയ അങ്ങോട്ട് തന്നൂടെ? താ. ഇന്നമ്മ കാശ്. ഇതില് 15,000 അല്ലുള്ളൂ. നിന്റെ ശമ്പളം 20,000 ആണല്ലോ. ബാക്കി 5,000 എവിടെ? അത് അത് നീ മുക്കിയില്ലടി. ഏ ഇല്ലമ്മ. പിന്നെ? അല്ലമ്മ, അത് ഞാൻ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. നിന്റെ വീട്ടിക്കോ? എല്ലാ മാസം നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് നിന്റെ വീട്ടിക്ക് കാശ് അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ. തീറ്റയും കൂടിയല്ലേ ഇവിടെ, എന്നിട്ട് കാശ് അവിടെ. അത് വാപ്പ വിളിച്ചപ്പോൾ വാപ്പാക്ക് നല്ല പനി അത്ര ഉമ്മ. അപ്പോൾ പൈസയൊന്നും ഇല്ലയെന്നാ പറഞ്ഞ്. ഒരു കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി ഞാൻ അയച്ചു കൊടുത്തതാ. അല്ലാതെ അവർ ചോദിച്ചിട്ടൊന്നും അല്ലാട്ടുമ്മ. അയ്യോ, എന്തൊരു സ്നേഹം വീട്ടുകാരോട്. ഈ സ്നേഹമൊന്നും ഇവിടെ കാണില്ലല്ലോ. ദേ ഇവിടെ നിൽക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന ശമ്പളം എൻ്റെ കയ്യിൽ തരണം, മനസ്സിലായോ? വെറുതെ നോണ പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് കാശ് അയച്ചു കൊടുത്തിരിക്കുന്നു. അവളുടെ വാപ്പാക്കുമ്പോൾ കൊണ്ട് സുഖിക്കാൻ. അവളുടെ ഒരു അഹങ്കാരം. നീ ആരോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? നീ എന്നോട് ചോദിച്ചിട്ടാണ് ഈ കാശൊക്കെ എടുത്ത് ചെലവാക്കുന്നത്? കൊള്ളാലോ അവള്. ഓരെ വരുന്നു. ഓ, അടുത്തവള് വരുന്നുണ്ട്, വായാടി. ഇനി ഇവളുടെ ശമ്പളം കൂടി എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. വരട്ടെ. ഓ, ഇന്ന് നേരത്തെ ആണല്ലോ. ആ അതെ, ജോലി കഴിഞ്ഞപ്പോൾ പോന്നു. താത്ത ചായ കുടിച്ചോ? ഇല്ല, ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. എന്താ രണ്ടാളും ഉമ്മറത്ത് തന്നെ? ഒന്നുമില്ല, ഞങ്ങളിവിടെ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട്. അവൾക്ക് ശമ്പളം കിട്ടി. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ മാസം മാസം കറക്റ്റായിട്ട് അവൾ എൻ്റെ കയ്യിൽ തരും. ഓ അല്ല, മോളുടെ ഈ മാസം ശമ്പളം കിട്ടിയോ? ശമ്പളം കിട്ടുമ്പോഴേ ഉമ്മാനെ ഏൽപ്പിച്ചാൽ മതി കേട്ടോ. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഞാനാണല്ലോ നോക്കുന്നത്. ചെലവ് കഴിഞ്ഞ് ബാക്കി കാശൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം. അയ്യോ, എൻ്റെ ശമ്പളത്തിൻ്റെ കാര്യം വെച്ച് ഉമ്മ ടെൻഷനാവണ്ട. എൻ്റെ ശമ്പളം സൂക്ഷിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യടാ. പിന്നെ ചെലവിൻ്റെ കാര്യം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരാം. ഉമ്മക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്നോട് പറഞ്ഞാൽ മതി. എന്താവശ്യമുണ്ടെങ്കിൽ ഞാൻ മേടിച്ചു കൊണ്ടുവരാം. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ശമ്പളം ഞാനല്ലോ സൂക്ഷിക്കേണ്ടത്, ഉമ്മയാണോ? ഓ, എന്തൊരു അഹങ്കാരമാണ് നിനക്ക്. ഓ, ഒരെണ്ണൊക്കെ ജോലി ഉണ്ട് പറഞ്ഞിട്ടാണ് എത്ര അഹങ്കാരം കാണിക്കണം. അന്നേ പറഞ്ഞതാ ഞാൻ ഇവളൊന്നും വീട്ടിൽ കയറ്റാൻ പറ്റില്ലെന്ന്. അതെങ്ങനെയാ? ഒരുത്തൻ ഇവളെ തന്നെ മതി പറഞ്ഞിട്ട് പോങ്ങ. ദേ നിർത്തിക്കോ. നിങ്ങളുടെ മൂത്ത മരുമകളോട് ചാടുന്ന നിന്നിട്ട് എന്നോട് ചാടാൻ വരണ്ട. അതെ, ജോലി ഉള്ളത് കൊണ്ട് തന്നെ അഹങ്കാരം. വെറുതെ ഒന്നും കിട്ടിയതല്ല, ഞാൻ കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയാ. അതിന് കുറച്ച് അഹങ്കാരം കാണിക്കണോണ്ട് പ്രശ്നമൊന്നുമില്ല. അതൊക്കെ പോട്ടെ. അല്ല, നിങ്ങൾക്ക് ശമ്പളം ചോദിക്കാൻ എന്ത് അവകാശമുള്ളത്? ഞങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു മുറ്റെങ്കിലും നിങ്ങൾ അടിച്ചു വയ്ക്കാറുണ്ടോ? പോട്ടെ, ഒരു ഗ്ലാസ് ചായയെങ്കിലും ഞങ്ങൾക്ക് എടുത്തു തരാറുണ്ടോ? ഇല്ലല്ലോ. രാവിലെ നേരത്തെ എണിച്ച് ഈ വീട്ടിലെ സകല പണിയും ഞങ്ങളല്ല ചെയ്യണത്. അതും കഴിഞ്ഞ് ജോലിക്ക് പോയി എന്നിട്ട് മാസം കിട്ടുന്ന ശമ്പളം നിങ്ങൾക്ക് വേണമല്ലേ? പിന്നെ താത്ത, ഇനിയും നിങ്ങൾ വായ തുറന്നില്ലെങ്കിൽ മെല്ലെ മെല്ലെ നിങ്ങളെയും ഇവർ പുറത്താക്കും, നോക്കിക്കോ. അതിനിവർ മടിക്കില്ല, അത്രയ്ക്ക് ദുഷ്ടേ ഇവർ.